എന്റെ മോനെ, നിനക്കത് തന്നെ അറിയാലോ. അവളെപ്പോലൊരു പ്രശ്നക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിലും എന്റെ മനസമാധാനം കളയാൻ അവള് നോക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബവുമായിട്ട് ഒരു കൂട്ടുകെട്ട് നിനക്ക് വേണ്ട. അമ്മ എന്തിനാ ധന്യാന്റിയോട് എപ്പോഴും ശത്രുതയോടെ പെരുമാറുന്നത്? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? കുറെ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ധന്യമായിട്ടുണ്ടാക്കിയിട്ടുള്ള സൗഹൃദമാണ്. അങ്ങനെ ഒരു തെറ്റെനിക്ക് പറ്റിയതില് എനിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയമ്മേ? എനിക്കും അമ്മയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സഹായം ചെയ്ത ആളാ ധന്യാന്റി. ഹരിയച്ചനുമായി അമ്മയുടെ വിവാഹം നടത്തിയത് ധന്യാന്റി അല്ലേ? അതൊക്കെ അവളുടെ കുരുട്ടുബുദ്ധിയായിരുന്നു. എന്റെയും ഹരിയേട്ടന്റെയും വിവാഹം നടത്താൻ സഹായിച്ച് അതിൽ നിന്നും മുതലെടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ നന്ദികേടായി പോവില്ലേ? നിനക്കെന്താ ഇത്രയും വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു മനംമാറ്റം? എനിക്ക് മനംമാറ്റമൊന്നുമില്ല. പണ്ട് മുതലേ എന്റെ മനസ്സിലുള്ള കാര്യം തന്നെയാ ഇത്. ഓ, നേരത്തെ ഞാൻ പറഞ്ഞ അമ്മ അംഗീകരിക്കില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പോ ഒരവസരം വന്നപ്പോ ഞാൻ പറഞ്ഞു. എങ്കിലിനി എന്റെ മോൻ ഇക്കാര്യം പറയണ്ട. ആ ധന്യോടും വീട്ടുകാരോടും ഈ ജന്മം ഞാൻ കൂട്ടുകൂടില്ല. പിന്നെ അവളോടും അവളുടെ മക്കളോടും നീ സഹകരിക്കുന്നതും എനിക്ക് തീരെ താല്പര്യമില്ല. ഇതിനു മുൻപൊരു ദിവസം നീ ആ പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തു എന്നറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. ഇനിയും നീ ഇത് തുടർന്നാൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തെന്നാ? ഇപ്പോ വിദ്യ വിളിച്ചേനാണോ? അതെന്തെങ്കിലും കാര്യം പറയാനായിരിക്കും, അല്ലാതെ അവൾ എന്നെ വിളിക്കാറൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും ആ കൂട്ടുകെട്ട് കൊണ്ട് നിനക്ക് ദോഷമേ ഉണ്ടാവൂ. ധന്യയുടെ മോളല്ലേ, അവൾ എന്തെങ്കിലും ലാഭം കാണാതെ ആരും വിളിക്കില്ല. ഇപ്പൊ നിനക്ക് ഈ ജോലി ശരിയായതിലൊക്കെ ധന്യക്ക് നല്ല അസൂയുണ്ടാവും. അവളുടെ മോൻ ജോലിക്കൊന്നും പോവാതെ നാട് നീളം നിരങ്ങി നടക്കുകയല്ലേ. അമ്മ എന്ത് വിവരക്കേടായി പറയുന്നത്? വിശാല് വെറുതെ നാട് നിരങ്ങി നടക്കുന്നതൊന്നുമല്ല. അതവന്റെ പാഷനാണ്. അതിൽ നിന്ന് അവന് കിട്ടുന്ന വരുമാനം അമ്മ ചിന്തിക്കുന്നതിലും ഒരുപാട് വലുതാണ്. ഓ പിന്നെ നീ ഈ പറയുന്ന പോലെ വലിയ വരുമാനം ഒന്നും കാണില്ല. അതൊക്കെ ആ ചെറുക്കൻ വെറുതെ നിന്നെ പറ്റിക്കാൻ പറയുന്നതാ. ധന്യയുടെ മക്കളെ പൊങ്ങച്ചം പറയാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കറിയോ, ഈ വിദ്യയില്ലേ, അവളുടെ സ്വഭാവം ശരിയല്ല. അവൾക്ക് പഠിക്കുന്ന സമയത്ത് കുറെ പ്രേമമൊക്കെ ഉണ്ടായിരുന്നെന്നാ പറയുന്നേ. അതല്ലേ അവളുടെ കല്യാണം പോലും ശരിയാവാത്തത്. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അമ്മേ. വിദ്യ അമ്മ പറയുന്ന പോലൊരു പെൺകുട്ടിയല്ല. അത് നിനക്കെങ്ങനെ അറിയാം? എടാ, എനിക്കറിയാവുന്നതുപോലെ അവിടുത്തെ കാര്യം നിനക്കറിയില്ലല്ലോ. ആ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ ധന്യ കുറെ നോക്കിയതാ, പക്ഷേ നടന്നില്ല. എങ്ങനെ നടക്കും? പെണ്ണിന്റെ സ്വഭാവം നന്നായിരിക്കണം. അല്ലെങ്കിലും അതിന് ആ പെണ്ണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമ്മയെ കണ്ടല്ലേ മകള് പഠിക്കുന്നത്. വിദ്യയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്? അല്ല, ഞാൻ ആ പെണ്ണിനെ പറഞ്ഞ നിനക്കെന്താ? നിന്റെ പെങ്ങളൊന്നുമല്ലല്ലോ. പെങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ ആരായാലും ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെ ഓരോന്ന് പറയാൻ പാടില്ല. ഓ ശരി, ഇനി അതിന്റെ പേരിൽ നീ എന്നോട് വഴക്കിടണ്ട. ഏതായാലും നീ ഫോൺ എടുക്കാതെ ഇരുന്നത് നന്നായി. ഇനി അവള് വിളിച്ചാലും എടുക്കണ്ട. കുറെ തവണ എടുക്കാതെ ഇരിക്കുമ്പോ വിളി നിർത്തിക്കോളും. ഓരോരോ ശല്യങ്ങള്. ആദർശിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അബി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. ഒന്നും ഞാനായിട്ടുണ്ടാക്കി പറഞ്ഞതല്ല. വക്കീല് പറഞ്ഞ കാര്യങ്ങള് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പോ എല്ലാത്തിനും കൂടെ നിന്നോളാന്ന് തലകുലുക്കി സമ്മതിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോ മാറ്റി പറയുന്നത് എന്താ? വക്കീല് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് നീ ഈ രീതിയിൽ ആദർശിനോട് പറയുന്ന ഞാൻ കരുതിയില്ല. എന്റെ വിഘ്നേഷേട്ടാ, കമ്പനി കാര്യങ്ങൾ ആദർശിനെ പോലെ നോക്കാനുള്ള കഴിവ് നിങ്ങൾക്കോ എനിക്കോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ ദേവ ബിൽഡേഴ്സ് പോലെ പേരുള്ള
ഒരു പുതിയ കമ്പനി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാ ആ ടൈറ്റിൽ ചോദിക്കാൻ വക്കീല് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത്. അതെ, എന്നാലും അത് കേട്ടപ്പോ ആദർശിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും? എത്രയോ വർഷങ്ങളായി ആദർശ് ഈ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. പെട്ടെന്നൊരു ദിവസം അതൊക്കെ വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാ അത് സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ആദർശിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. നമ്മളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് ഉറപ്പുകൂടിയുള്ള സ്ഥിതിക്ക് ഞാൻ അല്പം സെൽഫിഷ് ആകാതെ നിവർത്തിയില്ല. ഒരാളെ തകർത്തുകൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്താ കാര്യം അഭി? അങ്ങനെ ഒരു ലാഭം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അതൊന്നും വേണ്ടേന്നാനും. നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. സാധാരണ ആളുകളെ എങ്ങനെയെങ്കിലും സ്വന്തം ഭാവി സേഫ് ആക്കാൻ നോക്കും. ഇവിടെ മാർഗം പറഞ്ഞു കൊടുക്കുമ്പോ പോലും താല്പര്യമില്ല. അഭി, സ്വത്തും പണവും മാത്രമല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം. നീ ദേവ ബിൽഡേഴ്സ് എന്ന ടൈറ്റില് ആദർശിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോ നിനക്ക് നഷ്ടമാവുന്നത് ആദർശ് എന്ന അനുജനാണെന്ന് നീ ഓർക്കണം. നാളെ നിനക്കൊരു ആവശ്യം വന്ന ഒപ്പം നിൽക്കേണ്ടതും സഹായിക്കേണ്ടതും ആദർശ. എനിക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. ആ മീര എന്നവളെ കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് എന്റെ അനുജനെ നഷ്ടമായി. നീ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ അഭി? എനിക്ക് നല്ല ബോധമുണ്ട് വിഘ്നേഷേട്ടാ. എനിക്ക് വലുത് എന്റെ ജീവിതം തന്നെയാ. അതുകൊണ്ട് തന്നെയാ വക്കീല് പറഞ്ഞ കാര്യം എനിക്ക് ശരിയാണെന്ന് തോന്നിയത്. നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ പാവം നിന്റെ അമ്മ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അത് മറക്കാൻ പാടില്ല. കമ്പനി എന്റെ കയ്യിലിരുന്നാലും ആദർശിന്റെ കയ്യിലിരുന്നാലും അമ്മയ്ക്ക് അത് ഒരുപോലെ തന്നെയല്ലേ? രണ്ടുപേരും അമ്മയുടെ മക്കള് തന്നെയല്ലേ? നീ കണ്ണടച്ചേ ഇരുട്ടാക്കാണ് അഭി. ഒന്ന് സ്വയം ചിന്തിച്ച നീ ചെയ്തതിന്റെ ആഴം നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, ഞാൻ എത്ര ആലോചിച്ചാലും എനിക്ക് ഈ ചെയ്തതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. നിങ്ങളുടെ പറച്ചിൽ കേട്ടോ, ഈ കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ ഞാൻ ആദർശിനെ പറ്റിച്ച് എന്റെ പേരിലാക്കിയെന്ന് തോന്നുമല്ലോ. അതൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത്. പിന്നെ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നതിന് പകരം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുക. അനുജത്തി ഒരുത്തി എല്ലാവരെയും പറ്റിച്ച് ഏതോ ഒരുത്തന്റെ കൂടെ പോയിട്ട് അവൾ എവിടെയാണെന്നോ എന്താണ് അവസ്ഥയെന്ന് വല്ലതും അറിയോ? ഇല്ലല്ലോ. തൽക്കാലം ഇവിടുത്തെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്ക്. എന്നിട്ട് അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ എവിടെയെങ്കിലും കിടന്ന് പട്ടിണി കിടന്ന് നരയിക്കുന്നുണ്ടാവും. അഭി, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ആഹാ, അത് കൊള്ളാലോ. നിങ്ങളുടെ വീട്ടുകാര്യം പറഞ്ഞപ്പോ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതായി. നിങ്ങൾക്ക് എന്റെ എന്ത് കാര്യവും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? എന്താ, ഒന്നും പറയാനില്ലേ? സ്വന്തമായി എല്ലാം തികഞ്ഞവര് മാത്രമേ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങാവൂ. ഇത് 10 പൈസയ്ക്ക് കൊള്ളത്തുമില്ല. എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യലേ ഉള്ളൂ. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നാ പറഞ്ഞത്. ഒരാളെ വേദനിപ്പിച്ച് അർഹിക്കാത്തത് തട്ടിയെടുക്കാൻ നോക്കിയാല് അത് നിലനിൽക്കില്ല. അത് ശരിയാ. എനിക്ക് എന്തുണ്ടായാലും അത് നോക്കി നടത്തുന്നത് നിങ്ങളല്ലേ. നിങ്ങളുടെ മിടുക്ക് കാരണം അത് എന്ത് തന്നെ ആയാലും അധികം നിലനിൽക്കില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യ്. ആര് പറഞ്ഞാലും ഒന്നും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് എല്ലാത്തിനും മടിയാ. കമ്പനി നോക്കാനോ അതിനു വേണ്ടി കഷ്ടപ്പെടാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് പുണ്യാളം ചമഞ്ഞ് ആദർശിന്റെ വിഷമവും അമ്മയുടെ സങ്കടമൊക്കെ പറഞ്ഞ് എന്നെ തിരുത്താൻ നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അതിനു മുമ്പ് കാമുകിയായിരുന്നു. അതൊന്നും മറക്കരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലും ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന ഭാവം കാണിച്ച് നല്ല പിള്ളയൊന്നും ചമയണ്ട. ദേവ ബിൽഡേഴ്സ് എന്റെ പേരിലാവും. കമ്പനി നമ്മൾ നല്ല അന്തസ്സോടെ നടത്തും. നിങ്ങൾ മസിൽ വളർത്തുന്നത് നിർത്തി എന്റെ കൂടെ കമ്പനി വളർത്താൻ വന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് ഞാൻ അപ്പൊ തീരുമാനിച്ചോളാം.
ദേഷ്യം തീർന്നില്ല ഇതുവരെ? അഭി എന്താ മീര ഇങ്ങനെ? ആദർശേട്ടൻ വിഷമിക്കാതെ. അഭിചേച്ചി വെറുതെ വാശി കൊണ്ട് ഓരോന്നും പറയുന്നത്. ഇതുവരെ അവളെ ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷെ ഇതങ്ങനെയല്ല. അവള് മനഃപൂർവ്വം തന്നെ എങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അതിനിങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ആദർശേട്ടൻ ഈ അവസ്ഥയെ കണ്ട അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. മനഃപൂർവ്വമല്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ മരണശേഷം നമ്മുടെ കമ്പനി ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചത് തന്നെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ. ദേവ ബിൽഡേഴ്സ് എന്ന നമ്മുടെ ടൈറ്റിൽ ഇന്ത്യ മുഴുവൻ എത്തിക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അതെല്ലാം ഞാൻ അഭിക്ക് മുമ്പിൽ കൊണ്ടുവച്ച് ഒഴിയണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? മറ്റാർക്കും അല്ലല്ലോ ആദർശേട്ടാ. ആദർശേന്റെ സ്വന്തം ചേച്ചിക്കല്ലേ. പിന്നെന്തിനാ വിഷമിക്കുന്നേ? പണത്തിന്റെ കനമോ അളവോ അല്ല മീര. നമ്മുടെ ബിസിനസിനെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചോ അഭിരാമിക്ക് വിഘ്നേഷനും കാര്യമായി അറിവൊന്നുമില്ല. ഒന്നും അറിയാത്ത അവരുടെ കയ്യിൽ കമ്പനി ഏൽപ്പിച്ചാൽ അത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കെട്ടിയ അവസ്ഥയായി പോവും. ഇത്രയും വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നിലനിർത്തിയ നമ്മുടെ അച്ഛന്റെ പേര് കൂടി നശിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലാതെ പണമോ മറ്റെന്തോ അവൾക്ക് കൊടുക്കുന്നതിന് എനിക്കൊരു പരാതിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല ആദർശേട്ടാ. അഭിചേച്ചിക്ക് നമ്മുടെ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് കൊണ്ടല്ലേ അത് ആവശ്യപ്പെടുന്നത്. പിന്നെന്തിനാ ആദർശേട്ടൻ ടെൻഷനാവുന്നേ? എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എനിക്ക് അഭിരാമിയോട് തർക്കിക്കാനോ വഴക്കിടാനോ അറിയാഞ്ഞിട്ടല്ല. അമ്മയെ ഓർത്ത് മാത്രമാ ഞാനൊന്നും വേണ്ടെന്ന് കരുതിയത്. അതാണ് ശരി. നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുമ്പോ അമ്മയ്ക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും. അഭിചേച്ചി അത് ഓർത്തില്ലെങ്കിലും നമ്മളത് ചിന്തിക്കണം. പിന്നെ കമ്പനിയിൽ ആദർശേട്ടൻ കഷ്ടപ്പെട്ടത് എല്ലാവർക്കും അറിയാം. അവകാശം പറഞ്ഞ മറ്റെല്ലാ അഭിചേച്ചി മറക്കുമ്പോഴും ചുറ്റും നിൽക്കുന്ന എല്ലാവരും അത് ഓർക്കും. സ്നേഹത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എല്ലാം വിട്ടുകൊടുത്തേനെ. പക്ഷേ ഇത് അവള് വാശി കാണിച്ച് പിടിച്ചു വാങ്ങുന്നതാ. അപ്പൊ ഞാൻ എന്റെ അവകാശം പ്രൂവ് ചെയ്യണ്ടേ? ഇതിപ്പോ അഭിരാമിയുടെ വാശിക്ക് മുമ്പിൽ ഞാൻ തോൽക്കുന്ന പോലെ ആയില്ലേ? ഒരിക്കലുമല്ല. വിട്ടുകൊടുക്കുമ്പോ ആദർശേട്ടൻ കൂടുതൽ വിജയിക്കുക ചെയ്യുന്നത്. കമ്പനിയുടെ ലേബിൾ മാത്രമല്ലേ വിട്ടുകൊടുക്കുന്നുള്ളൂ. ആദർശേട്ടന്റെ കഴിവോ അധ്വാനവും ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മാത്രം മതി. ആദർശേട്ടന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങി അത് വിജയിപ്പിച്ചെടുക്കും. ആദർശേട്ടനെ കൊണ്ട് അതിന് സാധിക്കും. മീര എനിക്കൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇങ്ങനെ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തകർന്നു പോകുന്ന ആളല്ല എന്റെ ഭർത്താവ്. ആദർശേട്ടന്റെ ഭാര്യ ആയതില് എനിക്കെന്നും അഭിമാനോ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് ആദർശേട്ടൻ എല്ലായിടത്തും വിജയിക്കണം. വിജയിച്ചേ മതിയാവും. മീര പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെ എനിക്ക് സ്വന്തമായിരുന്ന നമ്മുടെ കമ്പനിയിൽ എനിക്കൊരു അവകാശമില്ലെന്ന് പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കാനാവുന്നില്ല. എന്റെ ജീവിതത്തിന്റെ കൂടുതൽ സമയവും ഞാൻ ചെലവഴിച്ചത് അവിടെയല്ലേ മീര? അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. ആദർശേട്ടൻ നല്ലൊരു ബിസിനസ്മാൻ മാത്രമല്ല, നല്ലൊരു മകനും സഹോദരനും കൂടിയാ. സ്വന്തം സഹോദരിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോ ആദർശേട്ടൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. അഭിചേച്ചിക്ക് വേണ്ടതെല്ലാം ചേച്ചി എടുത്തോട്ടെ. അതിലൊന്നും ആദർശേട്ടൻ ഒരു പരാതിയും പറയാൻ പാടില്ല. അതെങ്ങനെ മീര? ഞാനിന്ന് തനിച്ചല്ല. വിവാഹിതനായിരുന്നില്ലെങ്കിൽ മീര ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം വിട്ടുകൊടുത്തേനെ. ഇന്നങ്ങനെയല്ല. എന്നെ വിശ്വസിച്ചാണ് മീരയുടെ അച്ഛൻ തന്നെ എനിക്ക് തന്നത്. അപ്പോ മീരയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അഭി ആഗ്രഹിക്കുന്ന പോലെ എല്ലാം വിട്ടു നൽകിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല. പിന്നെ നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ അല്ലല്ലോ ചേച്ചി ആവശ്യപ്പെടുന്നത്, കമ്പനി മാത്രല്ലേ.
ആദർശന്റെ കഴിവുകൊണ്ട് അതിലും വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അഥവാ അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. ആദർശേട്ടന്റെയോ ഈ വീടിന്റെയോ സ്വത്തും പണവും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാ സ്നേഹം മാത്രം മതി എനിക്ക്. എന്ന് കരുതി ആദർശേട്ടനെ ആരുടെ മുമ്പിലും തോക്കാൻ ഞാൻ അനുവദിക്കില്ല. ആദർശേട്ടനെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. സാധിക്കണം. എല്ലാം ഞാൻ നേടിയെടുക്കും. മീരയുടെ സപ്പോർട്ട് ഉണ്ടായാ എനിക്കെല്ലാത്തിനും സാധിക്കും. ഓരോ വീട്ടിലും ഓരോ രീതിയിലാ പ്രശ്നങ്ങള്. മിക്കവാറും സ്ഥലത്ത് ആൺകുട്ടികളാ സ്വത്തിനും പണത്തിനും വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് പെണ്ണായിപ്പോയി. എന്തിനാ അഭിരാമി ഇങ്ങനെ വാശി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ആ വീട്ടിലുണ്ട്. മനുഷ്യരങ്ങനെയാ ഹരിയേട്ടാ. പണവും സ്വത്തും കിട്ടും തോറും ആർത്തി കൂടിക്കൊണ്ടിരിക്കും. എത്ര ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും വേണം എന്നുള്ള ആഗ്രഹമായിരിക്കും. മീരയെ പോലുള്ള പാവം പെൺകുട്ടിയോട് ദ്രോഹം ചെയ്യാൻ എങ്ങനെ ആ കുട്ടിക്ക് മനസ്സ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, മീര പാവമായത് തന്നെയാ മീരയുടെ കുഴപ്പം. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അങ്ങനെ ചെയ്താ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വഴക്കിടാനൊന്നും മീരമോളെ കൊണ്ട് സാധിക്കില്ല ബീനെ. അതൊരു കുറ്റം പറയേണ്ടത് ഹരിയേട്ടനാ. ഹരിയേട്ടനല്ലേ ഇങ്ങനെ ഓരോന്നും മീരെ പറഞ്ഞു പഠിപ്പിക്കുന്നതും. ഞാൻ പറയുന്നത് ഹരിയേട്ടൻ ആ മാധവി മേഡത്തെ കണ്ട് സംസാരിക്കണമെന്നാ. നമ്മുടെ മോൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരേണ്ടത് അവരുടെ കടമയല്ലേ. അഭിരാമി ഇങ്ങനെ പെരുമാറുന്നതിന് മാഡം എന്ത് ചെയ്യാനാ? മക്കള് തമ്മിൽ വഴക്കായാൽ ഏറ്റവും കൂടുതൽ വിഷമം അവർക്കാവില്ലേ? ആ അവസരത്തിൽ നമ്മൾ പരാതിയുമായിട്ട് ചെന്നാല് അത് കൂടുതൽ വിഷമാവുകയല്ലേ ഉള്ളൂ. അവരുടെ വിഷമത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശ് അവിടെ ഇല്ലാത്ത സമയത്ത് മീര ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോ നമുക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് അവര് ചിന്തിച്ചില്ലല്ലോ. അവര് പെരുമാറുന്ന പോലെ നമ്മൾ പെരുമാറണമെന്നില്ലല്ലോ ബീനെ. ഏതായാലും മീരയ്ക്ക് സപ്പോർട്ടിന് ആദർശമുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. അതെ, പിന്നെ ഈ കാര്യത്തിൽ അധികം പേടിക്കാനൊന്നുമില്ല. അഭിരാമിക്ക് വേണ്ടത് സ്വത്താ. അത് ഭാഗം വെച്ച് കൊടുത്തു കഴിഞ്ഞാ അവൾ അവളുടെ കാര്യം നോക്കി പൊയ്ക്കോളും. പിന്നെ ഭരണത്തിന് അവള് വരില്ലല്ലോ. എന്നാലും മീര ചെന്ന് കുടുംബം രണ്ടാക്കി എന്നുള്ള പേര് വരില്ലേ ബീനെ? എന്റെ ഹരിയേട്ടാ, ഈ ലോകത്തുള്ളവരെ മുഴുവനും ബോധിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒന്നും ജീവിക്കാൻ പറ്റില്ല. ആളുകൾ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് സഹിച്ച് മീരയുടെ ജീവിതം നശിച്ചു പോകുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് മാധവി മേഡത്തെ പോയി കണ്ട് മീരയ്ക്കും ആദർശനും സമാധാനത്തോടെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാം. ഏയ്, അതൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ചീത്തപ്പേര് മുഴുവൻ കേൾക്കുന്നത് മീരമോളാവും. അവള് പറഞ്ഞിട്ടാ നമ്മൾ ചോദിക്കാൻ ചെന്നതെന്ന് പറയും. ഹരിയേട്ടൻ ഒന്നും ഓർക്കണം, ഈ വിവാഹം നമ്മളായിട്ട് ആലോചിച്ച് നടത്തി കൊടുത്തതാ. അതുകൊണ്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടപെടാനുള്ള അവകാശവും നമുക്കുണ്ട്. എനിക്കാരെയും ചോദ്യം ചെയ്യണമെന്നോ വേദനിപ്പിക്കണമെന്നോ ഒന്നുമില്ല. മീരയ്ക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവണം. ഹരിയേട്ടൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. പിന്നെ ഹരിയേട്ട, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ പിന്നെ? ആ വിദ്യ നമ്മുടെ സൂരജിനെ വിളിക്കുന്നുണ്ട്. അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്താ? അവരൊന്നിച്ച് കളിച്ചു വളർന്ന കുട്ടികളല്ലേ? കളിച്ചതും ചിരിച്ചതും ഒക്കെ ചെറുപ്പത്തിലല്ലേ. ഇപ്പൊ പിള്ളേര് വലുതായി. ഇനി അങ്ങനെയുള്ള വിളികളൊന്നും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോ സൂരജ് വിദ്യയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അതിന്റെ പേരിലായി വിളിയെന്നാ തോന്നുന്നേ. അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ, നമ്മൾ എന്തിനാ അതിനകത്തൊക്കെ ഇടപെടുന്നത്? വെറുതെ എന്തിനാ ഹരിയേട്ട ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നേ? ഒന്നാമതേ ആ ധന്യോട് മിണ്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. എന്റെ ബീനെ, നമ്മൾ വളർന്ന കാലഘട്ടമൊന്നും അല്ല ഇത്. ഇന്ന് കുട്ടികൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിലൊന്നും എതിർക്കുകയോ പഴിപറയുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹരിയേട്ട, വേറെ ആരായാലും ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ആ ധന്യയുടെ മോളും. എനിക്കില്ലാത്ത ബന്ധം എന്റെ മകനും വേണ്ട. അതൊക്കെ വെറും വിവരക്കേടാ ബീനെ. കുട്ടികളെല്ലാം പരസ്പരം സഹായിക്കുകയും ഇടപഴകുകയും ഒക്കെ വേണം.
മീരമോൾക്കും ആദർശിനും ഒരു ആവശ്യം വന്നപ്പോ സൂരജും വിശാലും സഹായിച്ചില്ലേ? അതുപോലെ വിദ്യയും വിശാലും എല്ലാം സഹകരിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതിനെ എതിർക്കാനോ സംശയിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ കുട്ടികളെ അകറ്റി നിർത്തുകയും ചെയ്യരുത്.